ഇവിടെ സംഭവം കിടക്കുന്നുണ്ട്. കൊക്കിനെന്താ കൊന്നിട്ടിരിക്കുന്നു. അടിച്ച് ഫിഷ് ഓൺ. പഠിക്കേ കിട്ടി കിട്ടി കിട്ടി. അപ്പം പച്ചപ്പ് പറഞ്ഞ കാലത്ത് നമുക്കൊരു നാടൻ വരാൽ കിട്ടിയിട്ടുണ്ട്. കണ്ട നമ്മുടെ മൊടയുടെ ഫ്രോഗ്. ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോക്ക് സ്വാഗതം. അപ്പം നമ്മൾ നാടൻ വരാൽ പിടിക്കാനായിട്ട് നമ്മൾ ബ്രാവോടെ മൊടയെന്ന് പറയുന്നൊരു ഹാൻഡ് മെയ്ഡ് ഫ്രോഗ്, ഡബിൾ സ്പിന്നറൊക്കെ ഉള്ള കിടുക്കം ഫ്രോഗ് നമുക്ക് ശ്രാവണൻ ചേട്ടൻ്റെ ഷോപ്പിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു അൺബോക്സിങ്, നമ്മൾ അതേലും മീൻ പിടിക്കുന്ന ഒരു വീഡിയോ നമ്മൾ ഉടനെ ഇടുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ കയ്യിലുള്ളത് ഒരു 3 ഫ്രോഗ് നമ്മൾ കാണിച്ചു തരാം. മൊടയുടെ 3 ഫ്രോഗ് ഇതാണ്. കണ്ട മൊടയുടെ 3 ഹാൻഡ് മെയ്ഡ് ഫ്രോഗ് നാടൻ വരാനുള്ള. ഒന്ന് പൊട്ടിച്ച് കാണിച്ചു തരാം. ഓർമ്മ ഇത് കണ്ട ഉക്കപ്പ കണ്ട, നല്ല കിടലിന ഉക്കപ്പ. അത് ചെറിയ ഫ്രോഗ്, ഒരു 5 ഗ്രാം കണ്ടുള്ളൂ. അപ്പം ഡബിൾ സ്പിന്നർ ഈ ഫ്രോഗിനെക്കാട്ടി വലുതാണ്. അപ്പം ഏറ്റവും കൂടുതൽ മീൻ നല്ല രീതിക്ക് സ്ട്രൈക്ക് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഇത് വലിയ ആക്ഷനും കാര്യങ്ങളൊന്നും കൊടുക്കേണ്ട കാര്യമില്ല. ചുമ്മായിട്ട് കളിച്ചു കഴിഞ്ഞാലും വരാലടിക്കും. ചെയർമീനും അടിക്കുമെന്നാണ് ആ പുള്ളിക്കാരൻ പറഞ്ഞത്. നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കാം. അപ്പോൾ നാടൻ വരാലിനെ തന്നെ നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കാം. അപ്പോൾ നേരെ നമുക്ക് നാടൻ വരാലിൻ്റെ ഒരു വീഡിയോയിലേക്ക് പോകാം. കഴിച്ച് നമ്മളിത് നാടൻ വരാലിന് വേണ്ടി നമ്മുടെ വീടിൻ്റെ അടുത്ത് ഒരു സ്പോട്ടുണ്ട്. കുറച്ച് അങ്ങോട്ടൊക്കെ മാറി കുറച്ച് സ്പോട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെയൊക്കെ ഒന്ന് നമ്മൾ കാസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്കിത് തിരുവല്ലയിലുള്ള ശ്രാവണൻ ചേട്ടൻ ഷോപ്പിൽ നിന്ന് കുറച്ച് ഫ്രോഗ് വന്നായിരുന്നു. നമുക്ക് ഹാൻഡ് മെയ്ഡ് നാടൻ വരാലിനെ പിടിക്കാനുള്ള ബ്രാവോള മൊടയെന്ന് പറയുന്നൊരു ഫ്രോഗ്. അത് എഴുതി കണ്ടത് 3 ഫ്രോഗ്. അപ്പോൾ ഈ ഫ്രോഗ് വെച്ചാണ് നമ്മൾ നാടൻ വരാൽ പിടിക്കുന്നത്. ഇവിടെ എഴുതിയിട്ടുണ്ട് മൊട 5.6 ഗ്രാം. 5.6 ഗ്രാം ഉണ്ട് ഫ്രോഗ്. ഇതാണ്. ഇത് ഒരു മഞ്ഞ കളറാണ്. പിന്നെ ഒരു വയലറ്റ് കളർ 2 ഉണ്ട്. പിന്നെ വേറെ കളർ ഇല്ലാത്തതുകൊണ്ടാണ് പുള്ളി ഈ കളർ 2 തന്നെ. അപ്പോൾ നമുക്ക് വയലറ്റ് കളർ തന്നെ ഒരെണ്ണം എടുത്ത് നമുക്ക് കാസ്റ്റ് ചെയ്ത് നോക്കാം. നമുക്ക് നമ്മുടെ റീലും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ഷിമാനോയുടെ എഫക്സിൻ്റെ റീലും നമ്മുടെ ജുപ്പിറ്റർ സഫാരിയുടെ ഡൈവാള സ്റ്റിക്കാണ് 7 ഫീറ്റ്. അപ്പോൾ നമ്മുടെ ടാക്കിൾസ് എന്ന് പറഞ്ഞാൽ ഇതാണ്. ഈ നാടൻ വരാലും ഇങ്ങനെയുള്ള സ്പോട്ടിലൊക്കെ കാസ്റ്റ് ചെയ്യാൻ ഏറ്റവും നല്ലത് ഈ 7 ഫീറ്റോ 6 ഫീറ്റോ ഒക്കെ. അപ്പോൾ ഈയിടയ്ക്ക് നമുക്ക് ഇവിടുന്ന് നാടൻ വരാൽ മിസ്സായായിരുന്നു. നമ്മുടെ ബ്രാവോടെ പാണ്ട ഫ്രോഗിൽ അടിച്ചിട്ട് മിസ്സായി. അപ്പോൾ നമുക്ക് നാടൻ വരാലുള്ള കറക്റ്റ് ഫ്രോഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മൊടയുടെ ഫ്രോഗാണ്. അപ്പോൾ ഇത് വേണ്ടവർ നമുക്ക് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം, എൻ്റെ സ്ക്രീനിൽ ഇട്ടേക്കാം. അപ്പോൾ വേണ്ടവർ പോയി മേടിക്കേണ്ടായിരുന്നു. അടിപൊളി ഫ്രോഗാണ്, നല്ല അടിപൊളി റിസൾട്ടുള്ള നാടൻ വരാലിന്. നമ്മുടെ കൂട്ടുകാരൻ മേടിച്ചിട്ട് 10-20 വരാലിനെ പിടിച്ച് കോളിക്കൂടെ നമ്മുടെ ബ്രൈഡ് കയറ്റിയെടുക്കുക. പിന്നെ നാടൻ വരാൽ കൂടുതലും കാണപ്പെടുന്നതെന്ന് പറഞ്ഞാൽ ചെറിയ തോടുകളിലും കുളങ്ങളിലൊക്കെയാണ്. ചേർമീനാണ് ഈ വലിയ ആറ്റിലും വലിയ തോടുകളിലൊക്കെ കാണപ്പെടുന്നത്. അപ്പോൾ നമുക്ക് നാടൻ വരാൽ പിടിക്കുന്ന വീഡിയോ നമ്മൾ കുറേ നാളായിട്ടിട്ട്. അപ്പോൾ നമുക്ക് നോക്കാം എല്ലാം കിട്ടുമോ. നമ്മുടെ മൊടയുടെ ഫ്രോഗ് നമുക്ക് എടുക്കാം. നമുക്കതേ ഈ ഫ്രോഗ് തന്നെ പൊട്ടിച്ചേക്കാം. ഇതാണ് സാധനം. അതെ വേണ്ട, അന്യായ സോഫ്റ്റ് സാധനം. ഡബിൾ സ്പിന്നറൊക്കെ വന്നിരിക്കുന്നത്, ഒരു ത്രികോണ ഷേപ്പും ഒരു റൗണ്ട് ഷേപ്പും സ്പിന്നർ. അതാകുമ്പോൾ റിസൾട്ട് കൂടുതലായിരിക്കും. വലുതായിട്ട് ആക്ഷനും കാര്യങ്ങളൊന്നും കൊടുക്കണ്ട. അപ്പോൾ നമുക്കിത് പെട്ടി ഇവിടെ ഇട്ടേക്കാം. പ്ലാസ്റ്റിക്കും കാര്യങ്ങളൊന്നും ആരും കളയൊന്നും ചെയ്യില്ല. ഇതുപോലെ ഇനി ബാഗിലാക്കി ഒന്ന് വെച്ചേക്കുക. ബ്രൈഡ് നമ്മളിങ്ങനെ കയറ്റിയെടുക്കും. പിന്നെ വേറെ കാര്യമുണ്ട്, നമ്മൾ സീബലും കാര്യങ്ങളൊന്നും ഇടേണ്ട കാര്യമില്ല. നാടൻ വരാലിന് ആക്ഷൻ കൂടുതലും കിട്ടണമെങ്കിൽ നേരെ ഡയറക്റ്റ് ബ്രൈഡെ തന്നെ ഇടുന്നതായിരിക്കും ഏറ്റവും നല്ലത്. സീബലും കാര്യങ്ങളും ഇടുമ്പോൾ നമുക്ക് ആക്ഷൻ കൊടുക്കാൻ പറ്റത്തില്ല. പിന്നെ ഫ്രോഗിൻ്റെ ആക്ഷൻ കറക്റ്റ് കിട്ടത്തില്ല.
നമ്മളത് ബ്രൈഡെ തന്നെ ഇട്ടിട്ടുണ്ട്. ബ്രൈഡ് പിഞ്ചേക്ക് ഇരിക്കുക, പൊട്ടോ ഇല്ലെന്നൊരു സംശയമുണ്ട്. ആകെ ഇട്ട് പോകാം, പോകുന്നെങ്കിൽ പോട്ടെ. പിന്നെ നമ്മൾ കാസ്റ്റിംഗ് ചെയ്യാൻ പോകുമ്പോൾ നമ്മൾ കൂടുതലും സ്പോട്ടിൻ്റെ തൊട്ടടുത്തോട്ട് പോലും കുറച്ച് മാറി നിന്നിട്ടേ കാസ്റ്റ് ഉള്ളൂ. എന്നാലും നാടൻ വരാൽ പോലുള്ള മീനുകളെ പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്തോളൂ. നമ്മളെ കണ്ടു കഴിഞ്ഞാൽ സ്ട്രൈക്ക് ചെയ്യത്തില്ല. ആ ഫ്രോഗ് അത്യാവശ്യം ദൂരമൊക്കെ പോകുന്നുണ്ട്. കൊള്ളാം കേട്ടോ ഫ്രോഗ്. ഗായ്സ് സ്ട്രൈക്ക് കിട്ടി, ഒരു സ്ട്രൈക്ക് കിട്ടിയിട്ടുണ്ട്. സ്ട്രൈക്ക് സ്ട്രൈക്ക് സ്ട്രൈക്ക്. യെസ്. ഓ മോ, പോയി, ഒരാൾ മിസ്സായി. ഷിറ്റ്. നമ്മുടെ പുതിയ ഫ്രോഗിൽ നാടൻ വരാൽ ഇട്ടിട്ടുണ്ട് കണ്ടാ. ഇപ്പോൾ നമ്മളിത് പാടത്തൂടെ കാസ്റ്റിങ്ങിന് വന്ന നാടൻ വരാലിന് നമ്മുടെ ചെറിയതേ ബ്രാവോടെ മൊടയുടെ ഫ്രോഗ് നമ്മൾ എടുത്തിട്ടുണ്ട്. നല്ല കിട്ടുമെന്ന് ഉറപ്പില്ല, അതൊക്കെ നോക്കാം. എല്ലാം പരീക്ഷണം. കാസ്റ്റിങ്ങിൽ മീൻ കിട്ടുന്നതൊക്കെ നമ്മൾ വേറെ സ്പോട്ടിൽ മാറിപ്പോയത്. അതാ ഇവിടെ സംഭവം കിടക്കുന്നുണ്ട്. കൊക്കിനെന്താ കൊന്നിട്ടിരിക്കുന്നു. ഇവിടെ വെള്ളമാണ്, ഇങ്ങനെ ചാടിക്കിടക്കുക കുഞ്ഞുരാമ. അടിച്ച് ഫിഷ് ഓൺ. പോയി വേണ്ട ഇവിടെ. ഇത് ചവിട്ടി പൊളിക്കണ്ടേ? വെള്ളം ഉണ്ടെന്ന് വേണ്ട, അത് പോട്ടെ. വലുതായിരുന്നു. ഇപ്പൊ അടിക്കേ അറിഞ്ഞില്ലടാ. കിട്ടി. അപ്പം എന്താ ഒരു നാടൻ കിട്ടിയിട്ടുണ്ട്. നമ്മുടെ അതെ ബ്രാവോടെ മൊടയുടെ ഫ്രോഗി, വെള്ള കളറിൽ വരാല്. വലിയിരിപ്പുണ്ട് ബാഗിൽ. അപ്പം ഇങ്ങനെ നല്ല കീടില്ല, പച്ചപ്പ് പറഞ്ഞ അലത്തുന്നത് പോയില്ല. അതെ പച്ചപ്പ് പറഞ്ഞ അലത്തുന്നത് നമുക്കൊരു നാടൻ വരാൽ കിട്ടിയിട്ടുണ്ട്. കണ്ട നമ്മുടെ മൊടയുടെ ഫ്രോഗ്. ഫ്രോഗ് വേണ്ട ഒരു തിരുവല്ലയിലുള്ള ഷോപ്പിൽ നമ്മൾ നമ്പർ ഇട്ടിട്ടുണ്ട്, ശ്രാവണൻ ചേട്ടന്. പുള്ളിയുടെ കടയിൽ പോയി